എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊൻവീണെ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ വെൺമതികല ചൂടും പാനിനി പമ പാപസ പാ മായതാണ് മപാനിനി പമ മപ പാ നിനി പമ ആ നീ ആദ്യത്തെ നീ പായെന്നെടുക്കും. പനിനി പമ മപ പനിനി പമ പാപസ ചൂടും വെൺമതികല ചൂടും പാനിനി പമ പാപസ വിണ്ണിൻ ചാരുതയിൽ പാപാനി പമഗമഗ പാപാനി പമ പാപ ആദ്യത്തെ പ മധ്യപദ പാപ നീ പമഗമഗ വിണ്ണിൻ ചാരുതയിൽ പാപാനി പമഗമഗ അപ്പം വെൺമതികല ചൂടും വിണ്ണിൻ ചാരുതയിൽ അത് കഴിഞ്ഞിട്ട് അതേ സ്വരങ്ങൾ തന്നെ വേറെ വരിയിൽ വരും. ഇത് മെയിൽ വോയിസ് തുടങ്ങും. പിന്നെ അടുത്ത ഫീമെയില് പൂച്ചിറകുകൾ തേടി വാനിൻ അതിരുകൾ തേടി പൂഞ്ചിറകുകൾ നേടിയെന്ന് തോന്നും. വാനിൻ അതിരുകൾ തേടി അപ്പൊ പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ തേടി പാനിനപമ പാപസ പാപാനിപമ ചെയ്യുന്ന വരും. അപ്പോൾ സെയിം തന്നെ രണ്ടു പ്രാവശ്യം വരാം. രണ്ട് വരികൾ വരും. ഒന്ന് വായിക്കാം. 3 4. അവിടെ ഫ്ലൂട്ടിന്റെ ലിങ്ക് വരും. വിണ്ണിൻ ചാരുതയിൽ പമ ഗമ പമക വൺ പമ ഗമ പമക വൺ പമ ഗമ പമക വൺ പമ ഗമ പമക വൺ വൺ. അത് വേറെ ഫിംഗറിലാണ് വായിച്ചിരിക്കുന്നത്. അതായത് രണ്ടിന്റെ അല്ല ശ്രുതി 3 ആണല്ലോ. അപ്പോൾ 6ന്റെ ഫ്ലൂട്ടില് പഞ്ചമ ഷഡ്ജഡ് സരിഗമ പമഗമ പമക. അപ്പൊ കട്ടിയില്ല. വൺ പമഗമ പമക അങ്ങനെ വായിച്ചിരിക്കുന്നത്. ഇത് 3ന്റെ ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ വേറെ ശ്രുതി ആയിരിക്കും. വായിച്ചിട്ട് അങ്ങനെയാ. വൺ പമഗമ പമക 6ന്റെ ഫ്ലൂട്ടില് 6 7 1.5 2.5 അല്ല 1.5 3 2 അതായത് 5ന്റെ ഫ്ലൂട്ടില് പഞ്ചം പിടിച്ചാൽ 2 വരും. 6ന്റെ ഫ്ലൂട്ടിൽ തന്നെ 6ന്റെ ഫ്ലൂട്ടിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിങ്ങില്ലാതെ വരും. ഒന്ന് ആലോചിച്ചാണ്. 6ന്റെ ഫ്ലൂട്ടിൽ പഞ്ചം പിടിച്ചാണ് ആ ബിറ്റ് വരികയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇതിൽ വായിക്കാം. അല്ലെ ശ്രുതി മാർഗോ കട്ടായിപ്പോ കട്ടാവാതെ അതിൽ വായിച്ചിരിക്കുന്നത്. അപ്പം
അതുകൊണ്ട് പറന്നേറുന്നു മനം മറന്നാടുന്നു, പറന്നേറുന്നു ദാനിതമാരി. ദാ എടുക്കുന്നത് മായുന്ന മതദാനിതമാരി പറന്നേറുന്നു. മനം മറന്നാടുന്നു. മാനം അല്ലേ, മനം അത് മക ഈ ഫ്ലൂട്ടിൽ കട്ട് വരും. മനം മറന്നാടുന്നു ഗമദ പാപ്പ മറന്നാടുന്നു ഗമദ പാപ്പ ഗമദ പാപ്പ മനം മറന്നാടുന്നു. അങ്ങനെയും വായിക്കാം. തിരിച്ച് അത് കണ്ട് അത് മെയിൽ വോയിസാണ് പാടുന്നത്. പറന്നേറുന്നു മനം മറന്നാടുന്നു, അത് മെയിൽ വോയിസ് വരും. പിന്നെ ഫീമെയില് സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും സരി ഗരി സനി സാസപ സരി ഗരി സനി സാസപ സ്വപ്നങ്ങൾ നെയ്തും സരി ഗരി സനി സാസപ നവരത്നങ്ങൾ പെയ്തും സസ നവ സാരിമഗരിസനി രത്നങ്ങൾ സാരിമഗരിസനി പെയ്തും ദാദമ മോളിക്കോ ദാദമ വോക്കലിന് കിട്ടും, ഫ്ലൂട്ടിന് ആ സ്ലെയർ കിട്ടില്ല. ദാദമ സ്ലെയർ കിട്ടില്ല. നവരത്നങ്ങൾ പെയ്തും സസസാരി മഗരി സനി ദാദമ. അത് രണ്ടാമത് മെയിൽ വോയിസ് വരും. ആദ്യം ഫീമെയിൽ, സെക്കൻഡ് മെയിൽ വോയിസ് വരും. മെയിൽ വോയിസ് വരുമ്പോൾ സരി ഗരി സനിക്ക് വരും സാരി മഗരി സനി സാസപ വരും. സ്വപ്നങ്ങൾ നെയ്തും അടം അത് ചെയ്തിരും. സാരിമ ഗരിസനി സ്വപ്നങ്ങൾ, അങ്ങനെയാണ് ശ്രീകുട്ടൻ പാടിക്കുന്നത്. അപ്പൊ ആദ്യം ചിത്രം പാടുമ്പോൾ സിമ്പിളായിട്ട് പാടും. ശ്രീകുമാർ പാടുമ്പോ അറിയാതെ അറിയാതെ മണിദദ സദ മഗ ഗമരി മണിദദ സദ മഗ ഗമരി മണിദദ സദ മഗ ഗമരി. അമൃത സരസിൻ കരയിൽ അമൃത സരസിൻ കരയിൽ സരിഗ സരിഗ സരിരീഗ അമൃത സരസിൻ കരയിൽ. വരും. അപ്പൊ മനിദ സദ മഗ ഗമരി സരിഗ സരിഗ സരിരീഗ അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ.
അത് കഴിഞ്ഞാൽ പല്ലവി 2 ലൈൻ മാത്രം ആദ്യം മെയിൽ പിന്നെ ഫീമെയിൽ വരും. അറിയാതെ എന്നുള്ളത് ചിത്രപാഠം. അപ്പം ഞാൻ അനുപല്ലവി ഒന്ന് മുഴുവനായിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കാം. 1 2 3 4. ഇത്രയും വരും. പല്ലവിട ഫസ്റ്റ് ലൈൻ 2 പ്രാവശ്യം, ഒന്നും ആദ്യം മെയിലും പിന്നെ ഫീമെയിലും, ഒരേ ട്യൂൺ തന്നെ 2 ലൈൻ. ഇതാണ് അനുപല്ലവിയും. സെയിം തന്നെയാണ് ചരണവും, വരികൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്വരങ്ങളൊന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. സ്ലൈറ്റ് ഡിഫറൻസ് വരുള്ളൂ. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കണം. ഞാൻ നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്കും എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിച്ച് തരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും. അപ്പോൾ നിങ്ങൾ സന്തോഷപൂർവ്വം എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.